ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ്. റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായും ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഇടും, അല്ലാതെ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ആയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു 2 വർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഈ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് കരുതിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ രാവിലെ നീച്ചോടെ തന്നെ അങ്ങനെ വെള്ളം കുടിക്കുകയാണ്. അതിൻ്റെ ശേഷം ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, കുറച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കാനുണ്ട്, പിന്നെ കൊറിയർ ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാണ്. അഥവാ ചിലപ്പോൾ മറന്നാൽ പിന്നെ ആകെ പണിയാവും. അപ്പോൾ ഞാൻ അന്ന് വെറുതെ സ്റ്റിക്ക് ചെയ്ത് വെക്കണേ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിലൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളൂ. പിന്നെ എനിക്ക് അധികം ടൈമും ഇല്ല. കുറേ ഗിഫ്റ്റും ഞാനൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. അതൊക്കെ പെട്ടെന്ന് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2-3 ഡ്രസ്സ് ഉണ്ടായിനി, അതൊന്ന് വേഗം മടക്കി വെക്കാട്ടോ ചെയ്യണത്. പിന്നെ കുറച്ചൊന്നും ശരിയാക്കി വെക്കുന്നുണ്ട്. കട്ടിലൊക്കെ കട്ടിൽ മെല്ലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഒന്നും കാണൂല. ബോക്സ് സെറ്റാക്കാൻ വിചാരിച്ചിട്ട് അയിമക്ക് നന്നാക്കാം കേട്ടോ. നന്നാക്കാൻ നിന്നാൽ പിന്നെ ഒന്നും നടക്കൂല. അപ്പോൾ ഞാൻ റിംഗ് ആൽബം, വിൻറ്റേജ് കാർഡും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു 2-3 കാർഡ് ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് റിംഗ് ആൽബം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാണ്ട്. റിംഗ് ആൽബത്തിനാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി 4 ഫോട്ടോ കട്ട് ചെയ്യാണ്ട്, ഹോൾ ഇട്ടിട്ടും പിന്നെ റിങ് ഇട്ട് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്യാനുള്ളത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ മറ്റേ ആ കട്ടിങ് ഇല്ലായിട്ട് ഭയങ്കര ഗതികേടുണ്ട്. ഇത് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ. അഥവാ ഒന്ന് പാളിയാൽ മതി, പിന്നെ നമ്മൾ രണ്ടാമത് പോയി പ്രിൻ്റ് എടുക്കണം. അങ്ങനെ റിംഗ് ആൽബം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു നോട്ടുണ്ടല്ലോ, ആ നോട്ടിൽ ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് എഴുതി വെക്കാം കേട്ടോ. ഈ ഗൂഗിൾ ടൈപ്പ് കാർഡൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ച് ചെയ്യണേ. അപ്പോൾ അങ്ങനത്തെ ഒരു കാർഡും ചെയ്യാനുണ്ടായിനി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിനി, അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തെറ്റി. പിന്നെ ഞാൻ രണ്ടാമത് വേറൊരു ഷീറ്റ് എടുത്തിട്ട് ഒന്നും കൂടിയും അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഫോട്ടോ മാത്രം പ്രിൻ്റ് എടുത്തിട്ട് ബാക്കി ഹാൻഡ് മെയ്ഡ് ചാർട്ട് ഉണ്ടാവുമല്ലോ, ആ ചാർട്ടിൽ ഞാൻ തന്നെ എഴുതാണ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഫോട്ടോ ഒട്ടിച്ചു കൊടുത്താൽ മതി. ആദ്യം എഴുതാനുള്ളതൊക്കെ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് കളർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. എന്താവോ എന്ന് ഒരു ഐഡിയ ഇല്ല. സ്കെയിലൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഒക്കെ ഞാൻ ചാർട്ടൊക്കെ വെച്ചിട്ട് സ്കെയിലുണ്ട്, അത് ഞാൻ ആ കട്ടിൽമേലായിട്ട് എവിടെയാണെന്നോ ശരിക്കും അറിയില്ല. അപ്പം ഈ ചാർട്ടിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ വരക്കുക ചെയ്യണത്. അതിൻ്റെ ശേഷം ഞാൻ മറ്റേ ചാർട്ടിൽ ഒട്ടിച്ച ഫോട്ടോ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ പറിച്ചെടുക്കാനും കുറച്ചൊക്കെ സിമ്പിളാണ്.
അപ്പോൾ ഞാനത് പറിച്ചിട്ട് മറ്റേ നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ച എന്താ കാർഡൊക്കെ ഒട്ടിക്കാട്ട് ചെയ്യണത്. ഇപ്പം അടുത്ത് തന്നെ 2 ദിവസമായിട്ട് ഒക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചൊക്കെ ഇരുട്ടാട്ടോ റൂമിൽ, എന്താ ആകെ മൂടി നിൽക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടും എന്താ അധികം ഒരു ക്ലിയറൊന്നും കിട്ടണില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇതിൽ ഏറ്റവും ടാസ്ക്കായിട്ട് തോന്നിയത് അടിയിൽ നമ്മൾ ഹാപ്പി ആനിവേഴ്സറി എഴുതുന്നുണ്ടല്ലോ, അത് കുറച്ചൊരു എന്താ ഒരു കാലിഗ്രാഫി ടൈപ്പിൽ എഴുതണം. അപ്പോൾ അത് ഞാൻ കുറേ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ തെറ്റും. അപ്പോൾ പിന്നെ അടുത്ത പേജ് എടുക്കും. അങ്ങനെ ആയിട്ടിപ്പോൾ ഇതിപ്പോൾ ഒരു 3ാമത്തെ പേജ് കഴിക്കാറ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് വലിയൊരു സുഖമായിട്ട് തോന്നണില്ല. അപ്പോൾ ഇനിയും പേജ് എടുക്കേണ്ടി വരുന്നുണ്ട്. അതിക്കാണ് ഈ പോണത്. ഞാൻ പറഞ്ഞില്ലേ വേറെ പേജ് എടുക്കേണ്ടി വരുന്നേ. അപ്പോൾ അതിക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഞാൻ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചേക്കാം കേട്ടോ. അത് പിന്നെ ഞാൻ അടുത്ത ഓരോ സാധനങ്ങൾ കാണിക്കണത്. ഇതിപ്പോൾ ഞാൻ ചെയ്ത് വെച്ച ഓരോ കാർഡാണ്. ഈ 2 കാർഡിൽ എഴുതാനുണ്ട്. പിന്നുള്ളത് ഒരു ലെറ്ററും ചെയ്യാനുണ്ട്. ആ ലെറ്റർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ കൊടുക്കണം, ഒരു വിൻറ്റേജ് ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. കൂടല്ല തന്നെയാണ് കേട്ടോ ഈ ജാറ് ഇപ്പോൾ ഞാൻ ഇപ്പം അടുത്ത് വാങ്ങിയത് തന്നെയാണ്. ഒരു ദിവസത്തെ മുന്നേ വാങ്ങിയതാണ് കേട്ടോ. അതിക്ക് പിസ്ത 500 ഗ്രാം പിസ്ത ഉണ്ട്. അപ്പോൾ അത് അതിക്കിടണം. അപ്പോൾ അതിനുള്ള എന്താ ബോട്ടിൽ ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, അതിന് കിട്ടിയില്ല. പിന്നെ ഇന്നലെ പോയി നോക്കിയപ്പോഴാണ് കിട്ടിയത്. പിന്നെ ഞാൻ എന്താ ബോക്സിലെല്ലാം ഒന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാം കേട്ടോ. അപ്പം നേരത്തെ കാണിച്ച ജാർ തന്നെ ഉണ്ടാകും. ഈ ബോക്സിൻ്റെ പകുതിയേറും ആ ജാർ തന്നെ ഉണ്ടാകും. ഇത് പിന്നെ A4 സൈസിൽ A5 സൈസിലുള്ള ഫ്രെയിം വെക്കാനുള്ള പാകത്തിനുള്ളതാണ്. എന്താ ഷർട്ടും അങ്ങനത്തെയും വെക്കാം. പക്ഷെ ഇത് കുറച്ചധികം പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് എങ്ങനെ ചെയ്യാന്നുള്ളത്. പിന്നെ വീഡിയോയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് ഉണ്ട്. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കുറച്ച് അപ്പുറത്തായിട്ടൊരു ഫർണിച്ചർ കൂടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സൗണ്ട് ഇങ്ങോട്ട് നല്ലോണമായിട്ട് കേൾക്കും. പിന്നെ ഞാൻ ബോക്സിൽ എന്താ എല്ലാ രീതിക്കും വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ്ടൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് മാറ്റിയിട്ടും ഷർട്ട് ഇങ്ങോട്ട് വെച്ചിട്ടും ഒക്കെ പല എങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കഴിയണില്ല. എന്താ വെക്കാൻ കഴിയും, പക്ഷെ അടക്കാൻ കഴിയൂല. അടക്കാനാകുമ്പോൾ അങ്ങനെ കുറച്ചൊന്ന് പൊന്തി നിൽക്കും. ഇതാണെങ്കിൽ ബാംഗ്ലൂർ ആ ഭാഗത്ത് കയക്കാനുള്ളതാണ്. പിന്നെ ഞാൻ നമ്മൾ കുത്തിർന്ന് തോറ്റിട്ടോ. അതിൽ പിന്നെ ആകെ അപ്പുറത്തേക്ക് തന്നെ എടുത്ത് വെച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ശരിയാക്കാമല്ലോ വിചാരിച്ചിട്ട് അതിന്മേരുന്നാൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തന്നെ വെക്കാൻ നേരം ഉണ്ടാവുള്ളൂ. ശരിയാവില്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പം ബാക്കിയുള്ള പരിപാടി നോക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതെടുത്ത് വെച്ചിട്ടോ. അതിന് ശേഷം ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടില്ല എല്ലാ കാർഡ്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് വെക്കാണ്. എന്താ കുറേ നേരമായാലും അങ്ങനെ കുത്തിറക്കണം. അപ്പോൾ എന്തോ പോലെ ഒരു മട്ടിപ്പ്. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചിട്ട് കട്ടിൽ മെല്ലെ കുറച്ച് സാധനങ്ങൾ ശരിയാക്കാണ്ടല്ലോ, അത് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എനിക്ക് പെൻപാൽ ചെയ്യണം എന്നില്ല നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആളെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയണില്ല കേട്ടോ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ഇനി ഞാൻ ആ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവുമല്ലോ, അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എന്ന് കരുതുന്നുണ്ട്. ഞാനിപ്പോൾ ഇപ്പം ഞാൻ ഒരു കവർ ഇങ്ങനെ ചെയ്യുന്നല്ലോ, അതിൽ ഫുള്ള് ആക്രികളാട്ടുള്ളത്. ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറേ പൊറുക്കിയിട്ടുണ്ടായിനി, കുറേ കല്ലും മുള്ളൊക്കെ പൊറുക്കിക്കണം. DIY ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം അതിനുള്ള വീഡിയോ ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് ഇടണം.
ക്ലീൻ ചെയ്യണ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. കാരണം എന്താണെന്നോ, എൻ്റെ ഫോണിൽ സ്റ്റോറേജിൻ്റെ എന്തോ പ്രോബ്ലം വന്നപ്പോൾ പിന്നെ ഞാൻ ഫോൺ എടുത്ത് വെച്ച് അത് പിന്നെ ശരിയാക്കി വീഡിയോ എടുക്കാൻ നിന്നാൽ അത്രയും സമയം വേസ്റ്റ് ആവില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വേഗം എടുത്ത് വെച്ചൊക്കെ ചെയ്തത്. പിന്നെ ആ ബോർഡുമ്പോൾ കണ്ടില്ല ഒരു നീളത്തിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിരിക്കണേ, അവിടെ ഞാൻ ഇങ്ങനെ DIY ചെയ്യണ ഓരോ സാധനം ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ അതിന്മേൽ വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഈ 2 ക്യാൻഡിൽ എൻ്റെ ഫേവറേറ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഒറിജിനലായിട്ട് ഇങ്ങനെ തീ കത്തിക്കണതല്ല, മറ്റേ ലൈറ്റിന് വെക്കുമല്ലോ ബാറ്ററി ഇട്ടിട്ട്, അങ്ങനത്തതാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കാർഡുകൾ കാണിച്ചല്ലോ, അതൊക്കെ ഞാൻ ഈ ബോക്സ് കാർഡ് ആക്കിയത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിനി അതിലൊന്നും കൊള്ളണില്ല, അപ്പോൾ ഞാനത് വേറൊരു ബോക്സൊക്കെ ആക്കി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അത് ഏതായാലും ഫുള്ള് വിൻറ്റേജ് കാർഡല്ലേ, അപ്പോൾ ഞാൻ വിൻറ്റേജ് ബോക്സ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതിൽ കാട്ടാക്കിയത്. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ പെൺപാല്, അത് ചെയ്യണത് ഈ ബോക്സിലാട്ടോ. അപ്പോൾ ഞാൻ അതിലത്തെ കുറച്ച് സാധനങ്ങളാണ് ഈ കാണിക്കണത്. ഒരു ചെറിയൊരു ക്ലിപ്പും പിന്നെ ഒരു എറൈസർ പിന്നെ ഒരു കീ ചെയിനുമാണ് ഉള്ളത്. ഇനിയും സാധനങ്ങൾ വരാണ്ട്, അതൊന്നും ഞാൻ അതിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ. ഇതിനായിട്ടുള്ള വീഡിയോ എടുക്കുമ്പോൾ അതിൽ കാണിക്കാം കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം മുന്നേ അമ്മാൻ്റെ വീട്ടിൽ പോയല്ലോ, അന്ന് ഞങ്ങൾ ഊട്ടിക്ക് പോയിട്ടുണ്ടായിനി, അവിടുന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ ഇത് വെള്ളം തീർന്നിട്ടുണ്ടായിനി, അതാ പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം നിറച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക ചെയ്യണത്. പിന്നെ ഞാൻ അവിടുന്ന് വന്നാരെ പ്ലാന്റ് ഉണ്ടല്ലോ, ഈ മണി പ്ലാന്റ്, അതിനൊന്നും വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല ഇനി. അപ്പോൾ ലീഫൊക്കെ ഇങ്ങനെ ഒന്ന് വാടിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയണേ. പിന്നെ ഇതിനൊന്ന് കുളിപ്പിച്ചെടുക്കണം. അതിൻ്റെ ശേഷം ഞാൻ ടേബിളൊന്ന് തുടക്കാട്ട് ചെയ്യണത്. വെള്ളം കുറച്ച് ടേബിളുമായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് തുടച്ച് കളയണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ സ്റ്റോറേജിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണം കേട്ടോ, അതൊന്ന് ചെയ്ത് സപ്പോർട്ടാക്കണം. എനിക്ക് അത്രയ്ക്ക് വലിയ സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല, എന്നാലും ഒന്ന് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്താലാണ് കുറച്ചൊക്കെ അധികം ആവാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 1K ഒക്കെ ആയാൽ എനിക്ക് ഗിവ് അവേ നടത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.